പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 23-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മറിയവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ജോസഫിനെ ദൈവ തിരുഹിതം അറിയിക്കാനായി ദൈവം നൽകുന്ന ദർശനമാണ് ഈ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ള പഴയ നിയമഭാഗത്ത് സാമുവേലിനുണ്ടായ ദർശനത്തെക്കുറിച്ച് പറയുന്നു. 1 സാമുവേൽ 3:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബാലനായ സാമുവേലിനെ ഉറക്കത്തിൽ 3 പ്രാവശ്യം കർത്താവ് വിളിച്ചുണർത്തി. പുരോഹിതനായ ഏലിയാണ് തന്നെ വിളിച്ചതെന്ന് വിചാരിച്ച് അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നവൻ്റെ 2 ചെവികളും തരിച്ചു പോകും. ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. പ്രഭാതം വരെ സാമുവേൽ കിടന്നു. അനന്തരം അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു. തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു. അപ്പോൾ ഏലി മകനെ സാമുവേൽ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. ഏലി ചോദിച്ചു, അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. സാമുവേൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം അവനോട് പറഞ്ഞു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ പോലും ദൈവം 4 പ്രാവശ്യം വിളിച്ചുണർത്തിയിട്ടും മടുപ്പ് കാണിക്കാതെ ദൈവസ്വരത്തിന് കാതോർക്കുകയും ഉടനടി ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ബാലനായ സാമുവേലിൻ്റെ മാതൃക നമുക്കും സ്വന്തമാക്കാം. ഈ അനുഗ്രഹീത ദിനത്തിൽ തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്ക 1:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവപുത്രൻ്റെ തിരു അവതാരത്തിന് സഹായിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വിശ്വസ്തദാസനാണ് വിശുദ്ധ ജോസഫ്. വിവാഹിതയാകുന്നതിന് മുമ്പ് താൻ അറിയാതെ ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ എങ്ങനെ ഭാര്യയായി സ്വീകരിക്കും? എങ്ങനെ അവളെ ഉപേക്ഷിക്കും? നീതിമാനായ ജോസഫിൻ്റെ ധർമ്മസങ്കടം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട.
അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രവാചകൻ മുഖേന ഇതേക്കുറിച്ച് മുന്നറിയിച്ചിട്ടുള്ളതും ദൈവദൂതൻ ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദൈവിക ദൗത്യ നിർവഹണ പാതയിൽ നാം ധർമ്മസങ്കടത്തിലാകുമ്പോൾ ദൈവാത്മാവാകുന്ന അദൃശ്യ ദൂതനിലൂടെ ദൈവം ഉൾവെളിച്ചം നൽകി നയിക്കുമെന്നാണ് ജോസഫിനുണ്ടായ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വജീവിതത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞ് തിരുഹിതം നിറവേറ്റാൻ തക്കവിധം മനസാക്ഷിയിൽ ദൈവസ്വരം ശ്രവിക്കുന്ന ശീലം വളർത്തിയെടുക്കാൻ ഇതുവഴി കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. രാവും പകലും ദൈവവചനം ധ്യാനിച്ച് എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവദർശനം സിദ്ധിച്ചവരായി തിരുഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാം നമുക്ക്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ ദൈവസ്നേഹത്തിൻ്റെ ഉടമകളാകാം നമുക്ക്. ഈ തിരുവചന ഭാഗത്ത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നീതിമാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാർ യൗസേപ്പിനുണ്ടായ ദർശനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്ന ഈ ഞായറാഴ്ച നീതിമാനായ യൗസേപ്പ് പിതാവിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് ധ്യാന വിഷയമാക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യാം. 1. ബൈബിളിലെ നീതിമാൻ ദൈവത്തിന് പ്രിയങ്കരനും എല്ലാ സൗഭാഗ്യങ്ങളുടെയും അവകാശിയുമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്വജീവിതത്തിലൂടെ ഇതനുഭവിച്ചറിഞ്ഞു. 2. ദൈവഹിതം തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും നിറവേറ്റിയവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 3. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, അതായത് ദിവ്യ ശിശുവിൻ്റെയും കന്യകകളുടെയും പ്രതിഷ്ഠിതരുടെയും സംരക്ഷകനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 4. വിശ്വാസ ജീവിത പാതയിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃകയാണ് യൗസേപ്പ് പിതാവ്. 5. പൂർവ്വ പിതാവായ അബ്രാഹം തുടങ്ങിവെച്ച വിശ്വാസ പൈതൃകം സ്വജീവിതത്തിലൂടെ തുടരുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത നീതിമാനാണ് യൗസേപ്പ് പിതാവ്. 6. ദൈവിക വെളിപാടുകൾക്ക് മുമ്പിൽ ഉടനടിയുള്ള അനുസരണത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 7. അതുവഴി രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ സഹകരിച്ച് രക്ഷാകര ചരിത്രത്തിലെ കണ്ണിയായി തീർന്നവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 8. ദൈവഹിതം അറിഞ്ഞപ്പോൾ സ്വന്തം അഭിലാഷങ്ങളെല്ലാം ത്യജിച്ച് സ്വയം വിസ്മരിച്ച് ദൈവഹിതം നിറവേറ്റിയവൻ. ദൈവഹിതത്തെ സ്വന്തം ഇഷ്ടത്തിന് ഉപരിയായി പ്രതിഷ്ഠിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 9. സ്വന്തം ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മുമ്പിൽ വിശ്വാസപൂർവം അടിയറ വെച്ചവൻ. 10. ദിവ്യ ശിശുവിനെ കൈകളിലെടുത്ത് താലോലിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനായ വിശുദ്ധ യൗസേപ്പ് പിതാവ്. 11. സ്വന്തം അഭിമാനവും കുടുംബ മഹിമയുമെല്ലാം മാറ്റിവെച്ച് നാടോടിയെപ്പോലെ മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് മറുചോദ്യമില്ലാതെ ദൈവം പറഞ്ഞ വഴിയെ നീങ്ങിയവനായ വിശുദ്ധ യൗസേപ്പ് പിതാവ്. 12. തമ്പുരാൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ ദൈവത്തോട് ഞാൻ എങ്ങനെ സഹകരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വത്സല പിതാവായ വിശുദ്ധ യൗസേപ്പ്. 13. ദൈവമഹത്വം മാത്രം ലക്ഷ്യം വെച്ച്
എല്ലാം ദൈവ തിരുഹിതത്തിനു മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് സ്വജീവിത മാതൃകയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വത്സല പിതാവ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെന്ന നിലയിൽ മനുഷ്യാവതാര രഹസ്യത്തോട് എങ്ങനെ സഹകരിക്കണമെന്ന് യൗസേപ്പ് പിതാവിൻ്റെ ഈ മാതൃക നിരന്തരം ധ്യാനിച്ച് സ്വജീവിതത്തിൽ അനുകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.